പ്രോഗ്രാമിങ്ങിൽ കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഫ്ലോ ചാർട്ട് പരിചയപ്പെടാം. എന്താണ് ഞാൻ ഫ്ലോ ചാർട്ടിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് സിസ്റ്റം നമ്മുടെ അടുത്തുനിന്ന് 3 നമ്പേഴ്സ് റീഡ് ചെയ്ത് അതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നത് എന്നാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഒരു നമ്പറിനെ ഏറ്റവും അതായത് 3 നമ്പേഴ്സിൽ നിന്നും ഗ്രേറ്റസ്റ്റ് ഏതാണെന്ന് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ആദ്യത്തെ നമ്പറിൽ നിന്നും മറ്റുള്ള 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിനെയും കമ്പയർ ചെയ്യും, മൂന്നാമത്തെ നമ്പറിനെയും കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു ഫങ്ഷനാലിറ്റിക്കാണ് ഡിസിഷൻ ടേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ ടേക്കിങ്ങിൽ ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഫ്ലോ ചാർട്ട് വഴി പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മൾ ഏതൊരു ഫ്ലോ ചാർട്ടും തുടങ്ങുന്നത് സ്റ്റാർട്ട് ബട്ടണിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് വാല്യൂ, അത് കഴിഞ്ഞിട്ട് റീഡ് ABC 3 വാല്യൂസ് റീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സിസ്റ്റം ചെയ്യുന്നത് A ഗ്രേറ്റർ ദാൻ B ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എപ്പോഴും നമ്മൾ ഡയമണ്ട് ഷേപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിന് എപ്പോഴും 2 സെക്ഷൻ ഉണ്ടാവും. ഒന്ന് യെസ് ഓർ നോ കണ്ടീഷൻ. അതായത് ഒരു ഡിസിഷൻ ടേക്ക് ചെയ്യുമ്പം മേജർലി വരുന്ന റിസൾട്ട്സ് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. അതായത് 0 ആണെങ്കിൽ ഫോൾസ്, 1 ആണെങ്കിൽ ട്രൂ. അപ്പോൾ യെസ് ഓർ നോ എന്ന് പറയുന്ന റിസൾട്ട്സ് എപ്പോഴും വരുള്ളൂ. അപ്പോൾ A ഗ്രേറ്റർ ദാൻ B. അപ്പോൾ അതിൽ A ഗ്രേറ്റർ ദാൻ B ആണോ എന്ന് സിസ്റ്റം ചെക്ക് ചെയ്യുന്നു. സിസ്റ്റം ചെക്ക് ചെയ്തിട്ട് അതേ എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഡയറക്റ്റ് പോകുന്നത് എങ്ങോട്ടായിരിക്കും? പിന്നെ ആ വാല്യൂ രണ്ടാമത്തെ വാല്യൂവിനേക്കാളും വലുതാണെന്ന് കണ്ടു. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ വാല്യൂവിനെ മൂന്നാമത്തേതിനേക്കാളും വലുതാണോ എന്ന് നോക്കും. ഇനി നോ കണ്ടീഷൻ ആണെങ്കിൽ, അതായത് A ഗ്രേറ്റർ ദാൻ B അല്ല എന്നാണെങ്കിൽ എന്ത് നടക്കും? B ഗ്രേറ്റർ ദാൻ C ആണോ എന്ന് നോക്കും. അതായത് ആദ്യത്തെ വാല്യൂ മറ്റേതിനേക്കാളും ചെറുതാണ്. അപ്പോൾ എന്താണ് അതിനർത്ഥം? രണ്ടാമത്തെ വാല്യൂ ആണ് വലുത് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ 2നെ മൂന്നാമത്തെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അവിടെയും ഡിസിഷൻ നടക്കുന്നതുകൊണ്ട് അവിടെയും യെസ് ഓർ നോ കണ്ടീഷൻസ് വരുന്നു. യെസ് ഓർ നോ കണ്ടീഷൻസ് വരുന്ന സമയത്ത് A ഗ്രേറ്റർ ദാൻ C എന്നാണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ A പ്രിൻ്റ് ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ C പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് നടന്നത്? A Bയേക്കാളും വലുതാണെന്ന് നമ്മൾ കണ്ടു, പക്ഷേ A Cയേക്കാളും ചെറുതാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? C ആണ് അവിടെ ഏറ്റവും വലുത്. അവിടെ C പ്രിൻ്റ് ആകും. ഇനി അല്ലാത്ത കണ്ടീഷനിൽ എന്താ നടക്കുന്നത്? A ഗ്രേറ്റർ ദാൻ B അല്ല എന്ന് കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി B ആണ് വലുത്. നേരെ പോകുന്നു, B Cയേക്കാളും വലുതാണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ അവിടെ B പ്രിൻ്റ് ആകും. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ C പ്രിൻ്റ് ആകും. ഈ റിസൾട്ട്സ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ വരുന്നത്? ആ ഫങ്ഷനാലിറ്റി അവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡിസിഷൻസിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, റിസൾട്ട്സിനെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് ഡിസിഷൻ ടേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A = 3, B = 4, C = 5. ഞാൻ കൊടുക്കുന്ന നമ്പേഴ്സാണ്. നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഫ്ലോ ചാർട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ A 3 ആണ്, B 4, C 5. അപ്പോൾ സിസ്റ്റം നേരെ നോക്കി 3 ഗ്രേറ്റർ ദാൻ 4 ആണോ എന്ന് നോക്കി. അതായത് A ഗ്രേറ്റർ ദാൻ B, അതായത് 3 ഗ്രേറ്റർ ദാൻ 4 ആണോ എന്ന് നോക്കി. 3 ഗ്രേറ്റർ ദാൻ 4 അല്ല എന്ന് സിസ്റ്റത്തിന് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നേരെ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് വരുന്നു. 4 ഗ്രേറ്റർ ദാൻ 5, അതായത് B ഗ്രേറ്റർ ദാൻ C ആണോ? 4 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല. അല്ലാത്ത കണ്ടീഷനിൽ എന്തായി? നേരെ എന്ത് പ്രിൻ്റ് ആകും? നേരെ 5 പ്രിൻ്റ് ആകും. കാരണം C ആണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഫ്ലോ ചാർട്ട് ഉണ്ടെങ്കിൽ C പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റും. നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലോ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ കാണാൻ പോവുകയാണെന്ന്. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇഫ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്നാണ് കണ്ടീഷൻ. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ ആണെങ്കിൽ എന്നുള്ള കണ്ടീഷൻ എന്താണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ്
നമ്മളൊരു കണ്ടീഷൻ ബ്രാക്കറ്റിൽ കൊടുക്കും. നമ്മളിപ്പോൾ കാണുന്നത് സിൻടാക്സ് ആണ്. ഇഫ് ബ്രാക്കറ്റിൽ കൊടുക്കുന്ന കണ്ടീഷൻ, അതായത് ഇഫ് ഞാൻ നേരത്തെ പോലെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ കേളി ബ്രേസസിൻ്റെ അകത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് നടക്കുന്നു. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ. അതായത് ഇഫ് എന്ന് പറയുന്ന ആ കണ്ടീഷൻ ഉള്ളതാണെങ്കിൽ, അതായത് ആ കണ്ടീഷനെ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തോട്ട് നടക്കുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് പോകും. ഇങ്ങനെയാണ് ഒരു നോർമൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ആവുന്നത്. നമ്മൾ ഇനി അടുത്തത് നെസ്റ്റഡ് ഇഫ് ആണ്. അതായത് ഒരു ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഇഫ് കണ്ടീഷൻസിൻ്റെ ഒരു നെസ്റ്റ് തന്നെയായിരിക്കും ഈ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കയറും. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കയറും. അങ്ങനെയാണ്. അതായത് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറും, അടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അങ്ങനെയാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സി ലാംഗ്വേജിൽ വർക്ക് ആവുന്നത് ഇഫ് എൽസ് ഇഫ് ആണ്. അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ വേറെ എന്നാ ചെയ്യുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് എൽസിൽ എങ്ങനെയാണ് കണ്ടീഷൻ, ഇഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ ട്രൂ ആവുന്നെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. എൽസ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി നമ്മൾ ആ ഫങ്ഷണാലിറ്റി. അപ്പോൾ എൽസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി അല്ലാത്ത കണ്ടീഷനിൽ ഈ എൽസ് ഫങ്ഷൻ വർക്ക് ആകും. ഇഫ് ലാഡർ ഉണ്ട് നെക്സ്റ്റ്, അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി നമ്മൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിലുള്ള ഫങ്ഷനാലിറ്റി എഴുതുന്നു. എൽസ് ഇഫ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫങ്ഷൻ ആണെങ്കിൽ, അതായത് എൽസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ ഇതല്ലാതെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അർത്ഥം? ഇതൊന്നും അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റിന് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് കറക്റ്റ് പഠിച്ചു വെക്കുക. കാരണം വൈവ ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ ഈ സിൻടാക്സാണ് ചോദിക്കുക. സ്വിച്ച് എന്താണെന്നറിയോ, ആദ്യത്തെ ഒരു സ്വിച്ച് കൊടുത്തിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതുന്നു. അത് ഈ സ്വിച്ച് കണ്ടീഷൻ്റെത് ഞാൻ നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാമിങ്ങിൽ കാണിച്ചു തരാം. നമുക്ക് കറക്റ്റായിട്ട് സ്വിച്ച് പ്രോഗ്രാമിങ്ങിൻ്റെ പഠിക്കാനുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യുന്നതാണ് #include stdio.h, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്.h. ഹെഡർ ഫയലാണ്. നമ്മൾ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെഡർ ഫയൽസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഹെഡർ ഫയൽ കഴിഞ്ഞാലാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ എപ്പോഴും കമ്പൈലറിൻ്റെ കഴ്സർ എപ്പോഴും മെയിൻ ഫംഗ്ഷൻ തൊട്ടേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, വോയിഡ് മെയിനും കൊടുക്കാം, ഇൻറ്റ് മെയിനും കൊടുക്കാം. ഇപ്പം നമ്മൾ തൽക്കാലം ഇൻറ്റിജേഴ്സ് വെച്ച് മാത്രം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇൻറ്റ് മെയിൻ എന്ന് കൊടുക്കുകയാണ്. ഇൻറ്റ് മെയിന് കഴിഞ്ഞ് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഇൻറ്റ്. എന്താണോ പ്രോട്ടോടൈപ്പ്, ഇൻറ്റ് ആയാലും വോയിഡ് ആയാലും ഫ്ലോട്ട് ആയാലും സ്പേസ് മെയിൻ കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് കഴിഞ്ഞ് പിന്നെ കേൾ ബ്രേസസിൻ്റെ അകത്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണ്ടത്. അപ്പം ഞാൻ പറയുകയാണ് ഇൻറ്റ് എ, ബി, സി, ഞാൻ പറയുകയാണ് ഒരു മാക്സ്, അതായത് ലാർജസ്റ്റ് നമ്പർ പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എ, ബി, സി എന്ന് പറയുന്നത് നമ്മുടെ നോർമലി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 3 നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് സിസ്റ്റത്തിനോട് printf enter the first number and printf enter the first number എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുകയാണ് സ്കാനർ %d. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ. ആർക്കെങ്കിലും ഈ %d എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് അതിനകത്തുണ്ട്.
അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്പർ ഇപ്പോൾ %d എന്ന് പറയുന്ന ഇൻറ്റിജർ ആയതുകൊണ്ട് ഞാൻ ആണ്ട് %d ഇട്ട്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വാല്യൂ ആണെങ്കിൽ %f ഉണ്ട്. നമ്മളിനി സ്ട്രിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ %a, അതായത് എയുടെ ലൊക്കേഷനിലോട്ട് സേവ് ചെയ്യാനുള്ള കമാൻഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിനകത്തുള്ള കമാൻഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ പറയണം പ്രിൻ്റ് ഓഫ് ദ സെക്കൻഡ് നമ്പർ. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇനിയിപ്പോൾ ഇൻ്റെ ദ ഫസ്റ്റ് നമ്പർ നമ്മൾ അടുത്തത് എൻ്റർ ചെയ്തു. അപ്പോൾ ഇനി സെക്കൻഡായിട്ട്, അതായത് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് /n യൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിലും നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പാരലലായിട്ട് വരണം എന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയുള്ള കോഡ്സ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരുപാട് എന്താ പറയുക, ചെറിയ മെത്തേഡ്സും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള കുറേ മെത്തേഡ്സ് സിയിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഞാൻ ഓരോ പ്രോഗ്രാമിൻ്റെ സെക്ഷനിൽ പറയുന്നതാണ്. ഇനി ഞാൻ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാണ്. പ്രിൻ്റ് /n എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ എന്നാണ് അർത്ഥം. ആൻഡ് ദ സെക്കൻഡ് നമ്പർ സെമിക്കോളൻ വെച്ചിട്ടായിരിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. കാരണം അതാണ് സിൻടാക്സ് ആണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിൻടാക്സ് എറർ ആണ് അധികം നമ്മൾ എന്താ പറയുക പ്രോഗ്രാമിങ്ങിൻ്റെ ബിഗിനേഴ്സ് അധികം വരുത്തുന്ന ഒരു തെറ്റാണ് സിൻടാക്സിലുള്ളത്. കാരണം സിൻടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ ഫങ്ഷനാലിറ്റി സെർട്ടനായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സിൻടാക്സ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ലോജിക്കൽ എറർ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഞാൻ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് എൻ്റർ ചെയ്യുവാണ്. b, അതായത് സെക്കൻഡ് നമ്പറിലോട്ട്. ഇനി തേർഡ് നമ്പർ. Enter the third number. ഈ എന്താ പറയുക ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇഫ് എൽസ് ഇഫ് ലാഡർ, പിന്നെ നമ്മുടെ ഫങ്ഷൻസ് യൂസ് ചെയ്യാം, ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഓരോന്നിനും ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. കാരണം ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലെങ്ത് അധികമാവും. എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റിയെന്ന് വരില്ല. %d &c. സെമിക്കോളൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെമിക്കോളനാണ്. ഇനി ഉള്ള സ്റ്റെപ്സ് ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. സിസ്റ്റത്തിനോട് ഇനിയാണ് ഞാൻ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇഫ് a greater than b, if a greater than b, if a greater than c. If a greater than b ആണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നെക്സ്റ്റ് വാല്യൂ, അത് a greater than b ആണെങ്കിൽ ഒരു നമ്പറിനേക്കാളും വലുതാണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഈ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് a greater than c. മാക്സ് എന്ന് പറയുന്ന വാല്യൂലോട്ട് a അസൈൻ ചെയ്ത് വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എൽസ് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാക്സ് എന്ന വാല്യൂവിലോട്ട് സി. നമ്മുടെ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു a greater than b ആണെങ്കിൽ ഒരു നമ്മുടെ നെക്സ്റ്റ് നമ്പറിനേക്കാളും അത് വലുതാണെന്നാണ് അർത്ഥം. എന്നിട്ട് a greater than c ആണെങ്കിൽ a ആണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ c ആണ് ഏറ്റവും വലുത്. നമ്മൾ ഫ്ലോ ചാർട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മനസ്സിലാവും.
മാക്സ് ഈക്വൽ എ എന്ന് എഴുതിയാൽ മാക്സിമം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ സേവ് ചെയ്യുന്നു എന്ന അർത്ഥം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിലോട്ട് അസൈൻ ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞു, അതിൻ്റെ കേൾ ബ്രേസസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി അതല്ല, എൽസ് നമ്മൾ ഇഫ് എൽസ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുമ്പോൾ എൽസ് ഇനി എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അതിൻ്റെ കണ്ടീഷനായിരിക്കും പിന്നെ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എ ഗ്രേറ്റർ ദാൻ ബി അല്ലാത്ത കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്ലോ ചാർട്ടിൽ യെസ് ഓർ നോ കണ്ടീഷൻ. യെസ് കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇത്രയും എഴുതി കഴിഞ്ഞു. ഇനി നോ കണ്ടീഷൻ്റെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോ കണ്ടീഷനിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി, അതായത് എൽസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ കണ്ടീഷൻ റോങ് ആണ്, അതായത് ബി ആണ് അപ്പോൾ വലുത്, അപ്പോൾ ബി സിയേക്കാളും ചെറുതാണോ എന്നാണ് നോക്കുന്നത്, വലുതാണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ മാക്സിലോട്ട് ബി സേവ് ആകും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, എൽസ് മാക്സിലോട്ട് സി ആകും. ഒരിക്കലും ഈ നമ്മുടെ അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾ കഴിഞ്ഞിട്ട് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതാണ് സിൻടാക്സിൻ്റെ എന്താ പറയുക റൂളാണത്. നമ്മളിപ്പം മാക്സ് എന്ന വാല്യൂവിലോട്ട് സി നമ്മൾ എന്താ പറയുക ഓരോരോ വാല്യൂസിന്, അതായത് നമ്മുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് അസൈൻ ആയിട്ട് വരുന്ന വാല്യൂസിന് നമ്മളെല്ലാം മാക്സ് എന്ന വേരിയബിളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിൻ്റ് എഫ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാർജസ്റ്റ് വാല്യൂ ഏതാണെന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രോഗ്രാമിൻ്റെ വൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെ ഒന്ന് സ്പേസ് ഇട്ട് വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് പ്രിൻ്റ് /n the largest number is എന്നുകൊണ്ട് നമുക്ക് എവിടെയാണ് പ്രിൻ്റ് ചെയ്ത് വരേണ്ടത് എന്നുള്ളതിന് നമ്മൾ %d എന്ന് കൊടുത്തു. %d കഴിഞ്ഞ് നമ്മുടെ കോഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് മാക്സ്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് %d എന്ന് പറയുന്നത് നമ്മുടെ ലൈനിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ആ വേരിയബിളുടെ സ്ഥാനത്ത് വരാനുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എഫ് ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ %d ഇട്ട് കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് മാക്സിലുള്ള ഏത് വാല്യൂ ആണോ അത് വരും എന്നാണ് അർത്ഥം. ഇനി ഞാൻ റിട്ടേൺ 0 കൊടുത്തു. റിട്ടേൺ 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 0 ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ 0യും എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ 1ഉം, അതാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഞാൻ കമ്പയൽ ചെയ്തു. ഇനി ഞാൻ റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ ഞാൻ 6 എന്ന് കൊടുത്തു. 6 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലൈനിൽ വരുന്നതിന് പകരം ഒരു ലൈൻ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ആ /n കൊടുത്തതിൻ്റെ അർത്ഥം. തൊട്ടടുത്ത ലൈനില്ല, അത് കഴിഞ്ഞിട്ട് ഒരു ലൈനും കൂടെ കഴിയുന്ന അർത്ഥം. 3 9 ലാർജസ്റ്റ് നമ്പർ 9 എന്ന് പ്രിൻ്റ് ചെയ്തു.